അൽ വഹദത്തു റാബിഅ, ഒന്നാം ക്ലാസ്സിലെ 4-ാമത്തെ യൂണിറ്റ്. 3 യൂണിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 4-ാമത്തെ യൂണിറ്റ്. 4-ാമത്തെ യൂണിറ്റിൽ എന്തൊക്കെ പാഠങ്ങളാണുള്ളത് എന്ന് നോക്കാം. ഒന്നാമത്തെ പാഠം അന ജാഹിസ എന്നാണ്. എന്താ അന ജാഹിസ എന്ന് പറഞ്ഞാൽ? ഐ ആം റെഡി. റെഡി ആവില്ലേ? ഞാൻ റെഡിയാണ്. അതാണ് അറബിയിൽ എന്താ പറയുക? അന ജാഹിസ അല്ലെങ്കിൽ അന ജാഹിസ്, അന ജാഹിസ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ റെഡി എന്ന് പറയുകയാണ്. ആരാണ് ഞാൻ റെഡി എന്ന് പറയുന്നത്? ഇതാണ് ഞാൻ റെഡി എന്ന് പറയുന്നത്. ഇതാരാ? ഇതൊരു കാറാണല്ലേ. കാറിന് എന്താ പറയുക? സയ്യാറത്ത്. ഇതൊരു സയ്യാറത്താണ്, നല്ല ഭംഗിയുള്ള സയ്യാറത്ത്, പലതരം കളറുള്ള സയ്യാറത്താണ്, കാറാണ്. സയ്യാറത്ത് പറയുകയാണ് അന ജാഹിസ, ഐ ആം റെഡി. ഞാൻ റെഡിയാണ്. സയ്യാറത്ത് എന്താ പറയുന്നത്? ഞാൻ തയ്യാറാണ്, ഞാൻ റെഡിയാണ്, വരൂ നമുക്ക് പോകാം. അപ്പോൾ എങ്ങോട്ടോ പോവുകയാണ്. ആരാണ് പോകുന്നത്? അതാ ഇവനാണ് പോകുന്നത്. ഒരു കുട്ടിയെ കാണുന്നില്ലേ? ഈ കുട്ടിയുടെ പേരാണ് ജാസിം. കുട്ടിയുടെ പേരെന്താ? ജാസിം. ജാസിം ത്വാലിബും ഫിസ്സഫിൽ അവൽ. ജാസിം 1-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. ജാസിം എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1-ാം ക്ലാസ്സിലാണ് ജാസിം പഠിക്കുന്നത്. ജാസിമിനൊരു സഹോദരിയുണ്ട്, ഉഖ്ത്. സഹോദരിക്ക് എന്താ പറയുക? ഉഖ്ത്. ജാസിമിന്റെ സഹോദരിയുടെ പേര് ലൈല എന്നാണ്. ഇതാണ് ജാസിമിന്റെ സഹോദരി. ജാസിമിന്റെ സഹോദരിയും കാറിന്റെ മുമ്പിൽ നിൽക്കുകയാണല്ലേ. അപ്പോൾ 2 പേരും 1-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവരെങ്ങോട്ടോ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ജാസിമാണ് ആദ്യം വീട്ടിൽ നിന്നിറങ്ങിയത്. ഇതാണ് അവരുടെ വീട് അല്ലേ. അവരുടെ വീട്ടിന്റെ മുമ്പിൽ കാറ് നിർത്തിയിട്ടിട്ടുണ്ട്. കാറ് പറഞ്ഞു ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. അന ജാഹിസ. അപ്പോൾ ആര് വന്നു? ജാസിം വീട്ടിൽ നിന്നും ഇറങ്ങി വന്നു. എന്നിട്ട് ജാസിം വിളിച്ചു പറയുകയാണ്. എന്താ പറയുന്നത്? അബി അബി അസയ്യാറത്ത് ജാഹിസ. ജാസിം എന്താ പറയുന്നത്? അബി അബി, ഉപ്പ ഉപ്പ, അസയ്യാറത്തു ജാഹിസ. കാറ് റെഡിയാണ്, കാറ് റെഡിയാണ് ഉപ്പ, വേഗം വരൂ നമുക്ക് പോകണ്ടേ എന്ന് ഉപ്പാനെ വിളിക്കുകയാണ്. ആര്? ജാസിം. അബി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ, ഉപ്പ അല്ലേ. അപ്പോൾ ആരും കൂടെ വന്നു? ലൈലയും കൂടെ വന്നു. അങ്ങനെ 2 പേരും റെഡിയായി കാറിനടുക്കൽ വന്ന് നിന്നുകൊണ്ട് ഉപ്പാനെയും ഉമ്മാനെയും വിളിക്കുകയാണ് അല്ലേ. ലൈല വിളിക്കുകയാണ്, ഉമ്മി ഉമ്മി സുർഅ സുർഅ, ഉമ്മ ഉമ്മ വേഗം വേഗം, ഉമ്മി എൻ്റെ ഉമ്മ അല്ലേ. ഉമ്മ സുർഅ. സുർഅ എന്ന് പറഞ്ഞാൽ എന്താ? വേഗം. സുർഅ സുർഅ എന്നാ പറയുക. വേഗം 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 വരൂ അല്ലേ. അപ്പോൾ ഉമ്മയും ഉപ്പയും ഇതാ പിന്നിൽ നിന്നും വരുന്നുണ്ട്. ചെറിയ അനിയത്തിയെയും കൂട്ടിയിട്ട് വരുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ കാറിൽ കയറിയിട്ട് അവർ പോവുകയാണ്. ഇതാ പോകുന്നു അല്ലേ, കാർ ഓടിച്ചു പോവുകയാണ്. ആരാണ് കാർ ഓടിക്കുന്നത്? ഉമ്മയാണ് കാർ ഓടിക്കുന്നത് അല്ലേ. ഉപ്പ കാറിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടുണ്ട്, മക്കളൊക്കെ കാറിൻ്റെ പിന്നിലാണുള്ളത്. അങ്ങനെ ഇവർ കാറിൽ പോകുമ്പോൾ ഒരു പാട്ട് പാടുകയാണ്. പാട്ടും പാടിക്കൊണ്ടാണ് പോകുന്നത്. അതാണ് 2-ാമത്തെ പാഠം. സീറു സീറു, സീറു സീറു യാ ഇഖ്വാനി, സീറു സീറു ഫിസ്സയ്യാറ, തീറു തീറു യാ അഹ്ബാബി, തീറു തീറു ഫിത്തയ്യാറ. എന്താണ് അവർ പാടുന്നത്? സീറു സീറു യാ ഇഖ്വാനി, സീറു സീറു ഫിസ്സയ്യാറ, തീറു തീറു യാ അഹ്ബാബി, തീറു തീറു ഫിത്തയ്യാറ. അങ്ങനെ പാട്ടും പാടിക്കൊണ്ട് അവർ കാറിൽ പോവുകയാണ്. സീറു സീറു പോകൂ പോകൂ, യാ ഇഖ്വാനി കൂട്ടുകാരെ സഹോദരന്മാരെ പോകൂ. സീറു സീറു ഫിസ്സയ്യാറ എങ്ങനെ പോകൂ? കാറിൽ കയറി പോകൂ. തീറു തീറു യാ അഹ്ബാബി കൂട്ടുകാരെ പറന്നോളൂ. തീറു എന്ന് പറഞ്ഞാൽ പറക്കൂ പറക്കൂ. എങ്ങനെ പറക്കൂ? തീറു തീറു ഫിത്തയ്യാറ വിമാനത്തിൽ കയറി പറക്കൂ എന്നുള്ള പാട്ടൊക്കെ പാടിയിട്ടാണ് ഇവര് പോകുന്നത്. അങ്ങനെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവുകയാണ്. പെട്ടെന്ന് ഉമ്മ കാറ് നിർത്തി.
അപ്പോൾ ലൈല ചോദിക്കുകയാണ്, വഖഫത്തി സയ്യാറ, കാറ് നിന്നോ? ഇതെന്താണ് പെട്ടെന്ന് കാറ് നിന്നതല്ലേ? വഖഫത്തി സയ്യാറ, കാറ് നിന്നോ? അപ്പോ ഉപ്പ പറയുകയാണ്, ഷുഫ്, നോക്കൂ, ലൗ ഉൻ അഹ്മർ, ചുവന്ന നിറം നോക്കൂ. ഷുഫ് എന്ന് പറഞ്ഞാൽ നോക്കൂ. ലൗ ഉൻ അഹ്മർ, ചുവന്ന ലൈറ്റ്. ലൗ എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ്, പ്രകാശം അല്ലേ? ചുവന്ന. അഹ്മർ എന്ന് പറഞ്ഞാൽ എന്താ? അഹ്മർ റെഡ്, ചുവപ്പ്. ലൗ ഉൻ അഹ്മർ, ചുവപ്പ് ലൈറ്റ്. അപ്പൊ ഉപ്പ പറയുകയാണ്, ചുവപ്പ് ലൈറ്റ് നോക്കൂ, റെഡ് ലൈറ്റ് നോക്കൂ. എവിടെയാ റെഡ് ലൈറ്റ് ഉള്ളത്? ചുവന്ന ലൈറ്റ് എവിടെയാ ഉള്ളത്? കാറിന്റെ മുമ്പിൽ സിഗ്നൽ ഉണ്ട് അല്ലെ? സിഗ്നൽ നിങ്ങൾക്കറിയാമോ? ഇതാണ് സിഗ്നൽ. ഒരു തൂണ്, അതിന്റെ മേലെ 3 ലൈറ്റുകൾ ഉണ്ടാകും. ഏതൊക്കെ കളർ ലൈറ്റുകളാണ് ഉണ്ടാവുക? ചുവപ്പ്, പച്ച, മഞ്ഞ, അങ്ങനെ 3 ലൈറ്റുകളാണ് ഉണ്ടാവുക. അപ്പൊ ഇവര് കാറ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചുവന്ന ലൈറ്റ് കത്തി. ചുവന്ന ലൈറ്റ് കത്തിയപ്പോഴാണ് ഉമ്മ കാറ് നിർത്തിയത്. എന്തിനാ ചുവന്ന ലൈറ്റ് കത്തിയപ്പോൾ കാറ് നിർത്തിയത്? അപ്പൊ റോഡിൽ സിഗ്നൽ ഉണ്ടാവും അല്ലെ? ഇതാണ് സിഗ്നൽ, ഈ ലൈറ്റുള്ള തൂണ് അല്ലെ? സിഗ്നൽ നോക്കിയിട്ട് വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ. സിഗ്നല് നമ്മൾ കണ്ടാൽ, സിഗ്നലിന്റെ ചുവന്ന ലൈറ്റ് കത്തിയത് കണ്ടാൽ വണ്ടി നിർത്തണം. പിന്നെ വണ്ടി മുമ്പോട്ടേക്ക് പോകാൻ പാടില്ല. പിന്നെയോ എപ്പോഴാ പിന്നെ വണ്ടി പോവുക? പച്ച ലൈറ്റ് കത്തിയാൽ വണ്ടി പോകാം. ഇപ്പോ ഏത് ലൈറ്റാണ് കത്തിയിരിക്കുന്നത്? ചുവപ്പാണ് അല്ലേ? മുകളിലുള്ള ചുവന്ന ലൈറ്റാണ് കത്തിയത് കാണുന്നത്. അപ്പോൾ വണ്ടി നിർത്തി. ഇനി കുറച്ച് കഴിഞ്ഞാൽ പച്ച ലൈറ്റ് കത്തും, അപ്പോൾ പോകും. ഇത് ആർക്കറിയില്ല? ലൈലാക്ക് അറിയില്ല. അപ്പോൾ ലൈല ചോദിച്ചു, ഇതെന്താണ് കാറ് നിർത്തിയതല്ലേ? അപ്പോ ഉപ്പ പറഞ്ഞു കൊടുത്തു, നോക്കൂ, ചുവപ്പ് ലൈറ്റ് കാണുന്നില്ലേ? ചുവപ്പ് ലൈറ്റ് നോക്കൂ, അതുകൊണ്ടാണ് കാറ് നിർത്തിയത്. അങ്ങനെ അപ്പോൾ ലൈല വീണ്ടും ചോദിക്കുകയാണ്, മത്താ നെറൂഹു, ഇനി എപ്പോഴാണ് നമ്മൾ പോവുക? മത്ത എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോൾ. എപ്പോഴാണ് നെറൂഹു, നമ്മൾ എപ്പോഴാണ് പോവുക എന്ന് ചോദിച്ചു. അപ്പോ ഉപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, എന്തല്ലോ ഇല്ല അഹ്ലർ, പച്ച ലൈറ്റ് കത്തുമ്പോൾ നമ്മൾ പോകും. അൽ അഹ്ലർ, പച്ച. നിറങ്ങളുടെ പേര് ഓർമ്മിച്ചു വെക്കണം. ചുവപ്പ് നിറത്തിന് എന്താ പറയുക? അഹ്മർ. പച്ച നിറത്തിനോ? അഹ്ലർ. അപ്പോൾ വണ്ടി നിർത്തേണ്ടത് ഏത് ലൈറ്റ് കണ്ടാലാണ്? അഹ്മർ കണ്ടാലാണ് വണ്ടി നിർത്തേണ്ടത്. അഹ്ലർ കണ്ടാലോ? അഹ്ലർ കത്തിയാൽ വണ്ടി പോകാം. അങ്ങനെ അഹ്ലർ കത്തിയാൽ നമുക്ക് പോകാമെന്ന് ഉപ്പ പറഞ്ഞു. അങ്ങനെ അഹ്ലർ കത്തി. കണ്ടോ? ഇപ്പൊ ചുവന്നത് കെട്ടുപോയി, എന്ത് കത്തി? അഹ്ലർ കത്തി. അഹ്മർ പോയി, അഹ്ലർ വന്നു. അപ്പോ ഇതാ ഇവൻ പറയുകയാണ്, ആര്? ജാസിം പറയുകയാണ്, അതാ അഹ്ലർ, പച്ച അതാ നെറൂഹ്, ഇനി നമുക്ക് പോകാം. അങ്ങനെ അവര് പോയി അല്ലെ? അവരിതാ പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉപ്പ പെട്ടെന്ന് പറഞ്ഞു, ഫീലുൻ കബീറുൻ. എന്താ ഫീല് നമ്മൾ കഴിഞ്ഞ പാടത്ത് പഠിച്ചു, ആന അല്ലേ? അപ്പോ ഉപ്പ കാണിച്ചു കൊടുക്കുകയാണ്. എന്തിനെ? ആനയെ കാണിച്ചു കൊടുക്കുകയാണ്. എവിടെ ആന? ഇതല്ലേ നമ്മൾ കാണുന്നുണ്ട്, അങ്ങ് ലോറിയിലാണ് ആന വരുന്നത്. അപ്പൊ അത് ഉപ്പ കണ്ടു. ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഫീലുൻ കബീറുൻ, വലിയൊരാന. അപ്പൊ ജാസിം ചോദിക്കുന്നു, എവിടെ? ഐന. ജാസിം എന്താ ചോദിക്കുന്നത്? ഐന എന്നാൽ എവിടെ? ആന എവിടെ? ജാസിം കണ്ടിട്ടില്ല. അപ്പൊ ഉപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, ഫി ഷാഹിനത്തി, ലോറിയിൽ. ഷാഹിന എന്നാൽ എന്താണ്? ലോറി. അപ്പൊ ജാസിം എന്ത് ചോദിച്ചു? ഐന എന്താ? എവിടെ? അപ്പൊ ഉപ്പ എന്താ മറുപടി പറയുന്നത്? ഫി ഷാഹിന, ലോറിയിലാണ് ആനയുള്ളത്. ലോറിക്ക് എന്താ പറയുക? ഷാഹിനത്ത്. അങ്ങനെ ലോറിയിൽ കയറിയിട്ടാണ് നമ്മുടെ ആന പോകുന്നത്. കണ്ടില്ലേ, ലോറി കയറി പോകുന്നത്. അപ്പോൾ അങ്ങനെ ലോറി പോയി, ആനയും പോയി. കുറച്ചുകൂടെ ഇവർ മുമ്പോട്ട് പോയപ്പോൾ ഉപ്പ പറഞ്ഞു, ഷുഫ്, നോക്കൂ, ഖിർദുൻ സഗീറുൻ, ചെറിയൊരു കുരങ്ങൻ. ഷുഫ് എന്നാൽ നോക്കൂ അല്ലെ? ഖിർദുൻ, കുരങ്ങൻ. സഗീറുൻ, ചെറിയ. നേരത്തെ പറഞ്ഞത് ഫീലുൻ കബീറുൻ എന്നായിരുന്നു അല്ലെ?
ഫീലുൻ കബീറുൻ. കബീറുൻ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ. ഫീലുൻ കബീറുൻ, ബിഗ് അല്ലേ? എ ബിഗ് എലിഫന്റ്, ഒരു വലിയ ആന. ഇവിടെ പറഞ്ഞത് എന്താണ്? ഇവിടെ ഖിർദുൻ സഗീറുൻ, എ സ്മോൾ മങ്കി. സഗീർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ, ചെറിയ. ഖിർദ് മങ്കി, കുരങ്ങൻ. ഒരു ചെറിയ കുരങ്ങനെ നോക്കൂ എന്ന് ഉപ്പ അവർക്ക് കുരങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ കുരങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ജാസിം ചോദിക്കുകയാണ്, ഐന. ജാസിം കുരങ്ങനെയും കാണുന്നില്ല. ഐന എവിടെ? കുരങ്ങെവിടെ? അപ്പോ ഉപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, അല ഷജറ, മരത്തിന്റെ മേൽ. ഷജറ എന്ന് പറഞ്ഞാൽ എന്താ? മരം. അല ഷജറ, മരത്തിന്റെ മേൽ. കുരങ്ങ് എവിടെയുള്ളത്? മരത്തിന്റെ മേലാണുള്ളത്. ഓക്കെ. ഐന എന്താ? എവിടെ? ഐനൽ കിർദു, കിർദ് എവിടെ? അല ഷജറ, മരത്തിന്റെ മേൽ. ഇനി ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. ആദ്യമുള്ള വാക്ക് ഏതാണ്? കാറാണ് അല്ലെ? കാറിന് എന്താ പറയുക? സയ്യാറത്തുൻ, കാർ. ഇനി കുരങ്ങ്, കുരങ്ങിന് എന്ത് പറയും? ഖിർദുൻ. പിന്നെ അടുത്ത വാക്ക് എന്താണ്? ലോറിയാണ് അല്ലെ? ഷാഹിന. ലോറിക്ക് എന്താ പറയുക? ഷാഹിനത്തുൻ, ലോറി. ഷാഹിന എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം ഏതാണ്? ചുവന്ന നിറത്തിൽ കൊടുത്തിരിക്കുന്നു, നോക്കൂ. ഷീനാണ് അല്ലെ? ഷീനിന് ഫതഹ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് വായിക്കും ഷാ എന്ന് വായിക്കും. പിന്നെയോ ഷാ എന്ന് നീട്ടാൻ വേണ്ടി എന്താണ് ഇട്ടത്? ഒരു അലിഫ് അല്ലെ? ഷാ എന്ന് എഴുതിയിട്ട് അലിഫല്ലേ കൂട്ടി എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്ത് വായിക്കും? ഷാ എന്ന് നീട്ടി വായിക്കണം അല്ലെ? പിന്നെ ഹി, ഷാഹിന, ലോറി. ഇനി അടുത്ത വാക്ക് നോക്കൂ, മരമാണ് അല്ലെ? മരത്തിന് എന്താ പറയുക? ഷജറത്തുൻ, മരം. ആദ്യത്തെ അക്ഷരം ഏതാണ്? ഷ. രണ്ടാമത്തത് ജ അല്ലെ? ഷജറത്തുൻ, മരം. ഷാഹിന, ലോറി. ഷജറ, മരം. ഇനി ഇവിടെ നമ്മൾ ഈ ചിത്രത്തിന്റെ പേര് ഇവിടെ എഴുതണം. ഇതേതാണ് ചിത്രം? മരമാണ് അല്ലെ? മരത്തിന് എന്താ പറയുക? നമ്മളിപ്പം പറഞ്ഞു, ഷജറത്ത്. അപ്പൊ ഷജറത്ത് എന്ന് എഴുതാനുള്ള അക്ഷരങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഈ വട്ടത്തിലുണ്ടോ എന്ന് നോക്കാം. കുറെ അക്ഷരങ്ങളുണ്ട് അല്ലെ? ആദ്യം നമുക്ക് ഈ അക്ഷരങ്ങളൊക്കെ വായിച്ചു നോക്കാം. നൂനുണ്ട് മേലെ. നൂന് ഷജറത്തിന് ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ ചെറിയ താ ഉണ്ട് അല്ലെ? അത് ആവശ്യമുണ്ട്. ബാ ഉണ്ട്. ബാ വേണോ? വേണ്ട. ജീമുണ്ട്. ജീം വേണം. അലിഫ് വേണോ? വേണ്ട. പിന്നെ റാ, റാ വേണം. കാഫ് വേണ്ട. അവസാനമുള്ള ഷീന് വേണം. അപ്പൊ നമ്മൾ ഓരോ അക്ഷരവും ഓരോ കള്ളിയിൽ എഴുതാം. ആദ്യത്തെ കള്ളിയിൽ എന്തെഴുതും? ഷീൻ എഴുതും അല്ലെ? ഷീനിന് മേലെ ഫതഹ് ഇടുക. അപ്പൊ ഷ എന്നാകും. രണ്ടാമത്തെ കള്ളിയിലോ? ജീമ്. ജീമിന് മേലെയും ഫതഹ് ഇടുക. അപ്പോ ജ. മൂന്നാമത്തെ കള്ളിയിൽ റാ, റ. അവസാനത്തെ കള്ളിയിൽ താ. അപ്പോൾ കൂട്ടി വായിക്കൂ, ഷജറത്തുൻ. ഓക്കെ. ആ അക്ഷരങ്ങൾ ഇവിടെ നോക്കിയിട്ട് വേണം ഇവിടെ എഴുതാൻ. അങ്ങനെ അടുത്ത വാക്ക്. അടുത്തത് ഇതെന്താണ്? ലോറിയാണ് അല്ലെ? ലോറിക്ക് എന്ത് പറയും? അതും നമ്മളിപ്പോ പഠിച്ചു. ഷാഹിന. ഷാഹിന എന്ന് എഴുതാൻ വേണ്ട അക്ഷരങ്ങൾ ഈ വട്ടത്തിലുണ്ട് അല്ലെ? ആദ്യത്തെ കള്ളിയിൽ ഏതെഴുതണം? ഷ എന്ന് എഴുതണം. ഇവിടെ ഷ ഉണ്ടല്ലോ. ഷീന് ഇവിടെ എഴുതുക. ഷ എന്ന് ഫതഹ് ഇടുക. പിന്നെയോ ഷ എന്ന് നീട്ടണ്ടേ? നീട്ടാൻ വേണ്ടി ഏതാണ് അക്ഷരം? വട്ടത്തിൽ നോക്കൂ, അലിഫ് കാണാം. ആ അലിഫ് രണ്ടാമത്തെ കള്ളിയിൽ എഴുതുക. ഷ എന്നായി. മൂന്നാമത്തെ കള്ളിയിൽ എന്ത് എഴുതണം? ഹ അല്ലെ? ഹ എഴുതുക. അപ്പോൾ ഷാഹി എന്നായി. അടുത്ത കള്ളിയിലോ നൂനാണ് എഴുതേണ്ടത്. ഷാഹിന. പിന്നെ അവസാനം ഒരു താ അല്ലെ? ചെറിയ താ. അപ്പോൾ ഷാഹിനത്തുൻ, ലോറി. ഷാഹിനത്തുൻ എന്നത് ഷാഹിന എന്ന് വായിച്ചാൽ മതി. ലോറി. ഓക്കെ. ഇത്രയുമാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും പാഠത്തിലുള്ളത്. മൂന്നാമത്തെ പാഠം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.